പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി നെന്മാറ നിയോജക മണ്ഡലത്തിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തിരങ്ക ബൈക്ക് റാലി നടത്തി. കൊല്ലങ്കോട് നിന്ന് ആരംഭിച്ച റാലി കൊടുവായൂരിലെത്തി സമാപിച്ചു. ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സുരേഷ് ഗോപി താമര വിരിഞ്ഞിരിക്കുന്നു. ആ നട്ടൽ മാറാതെ ഇരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബിജെപിയുടെ വോട്ട് വർധനയും ബിജെപി ജയിക്കാനുള്ള കാരണം തപ്പി നടക്കുക. അതിന്റെ ഇടയിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് വന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കത്ത് അറിയിപ്പ് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ശ്രദ്ധിക്കാത്തതിന്റെ ഒരൊറ്റ പാളിച്ചയാണ് ഇന്ന് ഈ വയനാടിലെ മഹാദുരന്തത്തിന് കാരണം. ഇത്രയും പേർ മരിക്കാനിടയായ കാരണം സഖാവ് പിണറായി വിജയനും ഭരണപക്ഷാംഗങ്ങളുമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കണം. നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർ ഒന്ന് മനസ്സിലാക്കണം. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒഡീഷയിൽ വലിയ ചുഴലിക്കാറ്റ് വന്നു. ഇപ്രാവശ്യം അവിടെ ആകെ ഒരു മരണമാണ് സംഭവിച്ചത്. കഴിഞ്ഞ ചുഴലിക്കാറ്റിൽ 2000 പേർ മരിച്ച ആ ഒഡീഷയിൽ ഇപ്രാവശ്യം ചുഴലിക്കാറ്റിൽ ഒരൊറ്റാളെ മരണപ്പെട്ടുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി വെറുതെ പറയുന്നതല്ല. യുവമോർച്ച ജില്ലാ ട്രഷറർ എൽ നിർമ്മൽകുമാർ നയിച്ച ബൈക്ക് റാലിയിൽ ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച നേതാക്കളായ വിഷ്ണു, രാജേഷ്, ജിഷ്ണു, പുഷ്പൻ, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.